ഹലോ നമസ്കാരം. ടു കൺട്രീസിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു കൺട്രീസ് ട്രാവൽ വ്ലോഗ്. അങ്ങനെ ബാൻഫിലെ മൂന്നാമത്തെ ദിവസം നമ്മളിത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വണ്ടി കണ്ടോ. ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? ബാൻഫ് കനേഡിയൻ റോക്കീസിലെ ഏറ്റവും വലിയ ഐസ് ഫീൽഡിലായിട്ടുള്ള കൊളംബിയ ഐസ് ഫീൽഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ നമ്മളീ പോകാൻ പോകുന്ന ആ ഒരു ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 325 സ്ക്വയർ കിലോമീറ്ററോളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഐസ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഈ ഐസ് ഗ്ലേഷ്യറിനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മഞ്ഞ് അടിഞ്ഞ് കട്ട പിടിച്ച് രൂപപ്പെടുന്ന വലിയ മഞ്ഞ് കൂട്ടത്തിനെയാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലേഷ്യേഴ്സിലോട്ട് പോകുമ്പോൾ ഈ കണ്ട വണ്ടിയില്ല, അതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു സംഭവം. ഇതിനെ പറയുന്നത് സ്നോ കോച്ച് റൈഡ് എന്നാണ്. നമുക്ക് കാണുന്ന പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും വലിയ വിൻഡോസൊക്കെ ആയിട്ട് ഈവൻ മുകളിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലാസ് വ്യൂ ഒക്കെ തരും കേട്ടോ. അത് ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ഹിമാചൽ അല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇതുപോലെ ട്രക്കിംഗ് ഒക്കെ പോയ പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാകും. അതേപോലെ ഒരു ഓഫ് റോഡാണ് ഈ പോകുന്നത്. ഈ ടയറിന് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം നമ്മുടെ അത്രയും ഹൈറ്റോളം ആ ടയറിനുണ്ട്. അത്രയും ആ ഒരു ഹൈക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രയും വേണമല്ലോ. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇവിടുത്തെ ഈ ഒരു സ്നോ കാണാൻ പോകാനുള്ളൊരു പ്രത്യേകത, പ്രത്യേകിച്ചും കാനഡയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സ്നോയുടെ അകത്ത് കിടന്നിട്ട് നമ്മൾ ഈ ഒരു സ്നോ കാണേണ്ട ആ ഒരു അത്യാവശ്യം എന്താണെന്നുള്ളത് പലരും ചോദിക്കുന്നത് കാണുമ്പോൾ. ഈ പോകുന്നത് ഞങ്ങൾ സമ്മറിൻ്റെ പീക്ക് ടൈമിലാണ്. സമ്മറിൽ ഇത്രയും ഹൈറ്റുള്ള സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഗ്ലേഷ്യേഴ്സാണ്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടില്ലേ അതവാസ്ക ഫോൾസ്, അവിടത്തേക്കൊക്കെ വെള്ളം വരുന്നത് ഈ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് മഞ്ഞുരുകിയിട്ടാണ്. അതേപോലെ തന്നെ ലേക്ക് ലൂയിസും ഒക്കെ വരുന്നതും ഇവിടെ നിന്ന് മഞ്ഞുരുകി താഴേക്ക് വരുമ്പോഴാണ്. അവിടെ ആ മറ്റേ ഓരോ മലനിരകളിലൂടെ വരുമ്പോൾ ആ പൗഡേഴ്സൊക്കെ കൊണ്ടൊക്കെയാണ് അവിടുത്തെ ആ കളറിന്, വെള്ളത്തിൻ്റെ കളറിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ, ഈ ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ഡ്രൈവറും അവിടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നൊരു സ്ഥലമെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. എന്തൊരു വ്യൂ ആണ്. നമ്മൾ അത്രയും ടോപ്പിൽ നമ്മളെത്തി, അവിടെ ഫുൾ മഞ്ഞാണ്. അത്രയും ഹൈറ്റിൽ ഒരു നമ്മുടെ ആകാശം ഏതാണ്, മൗണ്ടൻ ഏതാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്, ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു അടിപൊളി സ്ഥലം. ഈ കാണുന്ന നമ്മുടെ ഗ്ലേഷ്യറിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഹിസ്റ്ററിക്ക് മേളിലാണ് നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 20,000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഭീമൻ ഐസ് ഫീൽഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് അതബാസ്ക ഗ്ലേഷ്യറും ഡോം ഗ്ലേഷ്യറും സ്തുത്ഫീൽഡ് ഗ്ലേഷ്യറും പോലുള്ള വലിയ ഗ്ലേഷ്യറൊക്കെ ഉത്ഭവിക്കുന്നത്. എന്നാലും ഞങ്ങളിവിടെ എത്തിയ സമയമെന്ന് പറയുന്നത് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ, അതായത് നാട്ടിലെന്ന് പറഞ്ഞാൽ താഴെ ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ചൂടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. സ്നോ ബൂട്ടൊന്നും ഇല്ലാതെ നമ്മൾ വന്നു. ഈ കാണുന്ന ആ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്, അവിടെയൊക്കെ ശരിക്കും സ്ലിപ്പറിയാണ്. പിന്നെ ഇതിൻ്റെ എൻഡിൽ ആൾക്കാർ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒപ്പം തന്നെ ഈ ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല ഒരു മെഡിസിനൽ വാല്യൂ അല്ലെങ്കിൽ മെഡിസിനൽ ആയിട്ടുള്ള ഒരു വെള്ളം എന്നാണ് പറയുന്നത്. ഒപ്പം നല്ല ടേസ്റ്റിയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അത്യാവശ്യം സ്ലിപ്പ് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളും അത്യാവശ്യം നടന്നു പോയി അവിടുത്തെ ആ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ആ ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ അതുവഴി നടന്നു പോകാമെന്ന് പറയുന്നത്. അത്രയും കട്ടിയായിട്ടുള്ള മഞ്ഞാണ്. ഈ പെയ്ത് വീണ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മഞ്ഞല്ല അവിടെ കൂടുതലുള്ളത്. നമ്മൾ ആ കാണുന്ന നീല നിറത്തിലുള്ള ആ ഒരു ഏരിയയ്ക്കില്ല, നമ്മളുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഭയങ്കര ഡെലിഗേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലം, നമ്മൾ ചവിട്ടിയ താഴെ പോകുന്നത്. അങ്ങനെ പേടിച്ച് എന്തായാലും ഞങ്ങൾ ആ മുകളിൽ ആ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇച്ചിരി വെള്ളം അത്യാവശ്യം ടാസ്ക് എടുത്ത് തന്നെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, വേറൊരു ടേസ്റ്റാണ് ശരിക്കും. നമ്മൾ ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ലായിരുന്നു കേട്ടോ. അത്രയും തണുപ്പായിരുന്നു, നമ്മുടെ കൈയൊക്കെ അത്രയും ഫ്രോസൺ ആയിട്ടിരിക്കുമായിരുന്നു. നമ്മളങ്ങനെ
ഡ്രസ്സൊക്കെ അത്രയും ലെയേഴ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പോയത്. കാര്യം ഈ സമ്മറിൽ ആരെങ്കിലും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് പോണവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാക്കറ്റൊക്കെ പോയി അവിടുത്തെ ഇത്രയും വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ആ വെള്ളമൊക്കെ കുറേ നേരം കുടിച്ച് അവിടെ കുറേ നേരം നിന്നൊക്കെ നമുക്ക് ചെയ്യാം. അതിപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്നിടത്ത് നിന്നും കുറേ കൂടെ മുകളിലോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് പോയി. അത് ഈവൻ നമുക്ക് അങ്ങോട്ടുള്ള പെർമിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാനൊക്കെ. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതിനെ മൊത്തത്തിൽ പറയുന്ന ഐസ് ഫീൽഡ് അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ റൈഡും ഒപ്പം തന്നെ നമുക്ക് അവിടെ കുറേ അഡ്വഞ്ചറും ഒക്കെ നമുക്ക് ചെയ്ത് എൻജോയ് ചെയ്ത് ഒരു ഫുൾ ഡേ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇങ്ങോട്ട്. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മെയ് തൊട്ട് ഒക്ടോബർ ടൈമിലാണ് ഇവിടെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. കൂടുതലും അത് ഈ ഒരു സമ്മർ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വിൻ്റർ ടൈമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം സ്നോ സ്റ്റോമും അല്ലെങ്കിൽ സ്നോയും ഒക്കെയാണ്. ഈ സമയത്ത് ഗ്ലേഷ്യറിലോട്ട് പോകുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നമ്മൾ താഴെ നിന്ന് ശരിക്കും ഈ വണ്ടിയിലാണ് കയറി വരുന്നത്. ഈ വണ്ടിയുടെ വീലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഭയങ്കര ഹ്യൂജാണ് ഇതിൻ്റെ ബാക്കി കാണുന്നത്. ഇതിലാണ് ശരിക്കും നമ്മൾ ഇവിടെ കയറി ഇതിൻ്റെ ടോപ്പിലെത്തുന്നത്. നല്ല നടപ്പുണ്ട്, കൈയൊക്കെ വരച്ച് ഇരിക്കുക. ശരിക്കും നമുക്കൊരു അരമണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈമുള്ളത്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. സോ ഇത് തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ പോകണം. പക്ഷേ അടിപൊളി ഒരു അനുഭവമാണ്. എല്ലാവരും ജാസ്പറിൽ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ബാൻഫിലേക്ക് വരാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പ്ലോററിൽ ആ ഒരു ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും ഇവർ ഇതിൻ്റെ ഓരോ ഏരിയയുടെയൊക്കെ പ്രത്യേകത ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നമ്മളവിടെ എൻജോയ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് മാത്രം ഈ അഡ്വഞ്ചർ ഏരിയയിലോട്ട് പോകുന്നവർക്ക് കുറേ കൂടെയൊക്കെ സമയം ഉണ്ടാവും. അപ്പം നമ്മളവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ആ സെയിം ബസ്സിൽ തന്നെ നമ്മൾ താഴേക്ക് പോവാണ്. അത്രയും നേരം ആ ഒരു ബസ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. എന്തായാലും ഈ ഒരു ട്രിപ്പ് ശരിക്കും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങളിതേ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കൂടുക 2 Countries ട്രാവൽ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഉടൻ തന്നെ വീണ്ടും കാണാം. See you, take care.